ശ്രീ ടി വി ഇബ്രാഹിം, അങ്ങേക്ക് 6 മിനിറ്റ്. സാർ, ഞാനിവിടെ അവതരിപ്പിക്കപ്പെട്ട 13 ധനാഭ്യർത്ഥനകളെയും പിന്തുണയ്ക്കുകയാണ് സാർ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതു ഭരണം തകർത്ത് തരിപ്പണമാക്കിയ സമ്പൽ വ്യവസ്ഥയിൽ നിന്ന് ആ സമ്പൽ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച വിസ്മയകരമായ ബഡ്ജറ്റ് ഇവിടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. സർ, നമുക്കെല്ലാവർക്കും അറിയാം ഈ സമ്പൽ വ്യവസ്ഥ എത്രമാത്രം തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമായിരുന്നു നമ്മുടെ ധവളപത്രത്തിലൂടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയുടെ പൂർണ്ണ രൂപം സർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ധവളപത്രത്തെയും അതോടൊപ്പം തന്നെ സിയാൻഡേജി റിപ്പോർട്ടിനെയും ഒക്കെ ആശ്രയിക്കേണ്ടി വരും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ തകർന്നടിഞ്ഞ സാമ്പത്തിക നില മുന്നിൽ വെച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം. ഏകദേശം 77% നമുക്ക് നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 77% നമുക്ക് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നുണ്ട്. 23% നിന്നും മാത്രമാണ് നമ്മൾ പുതിയ പദ്ധതികളെയും ആ പദ്ധതികളിൽ നിന്ന് മുൻഗണന നിശ്ചയിക്കുവാനും നമുക്ക് കഴിയുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് തന്നെയാണ് വിസ്മയകരമായ അല്ലെങ്കിൽ വിസ്മയം തീർത്തു എന്ന് പറയുന്ന ഈ റിപ്പോർട്ട് ഇവിടെ വന്നിട്ടുള്ളത്. കേരളം തുടങ്ങിയ കാലം മുതൽ കഴിഞ്ഞ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെയുള്ള കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 3.5 ലക്ഷം കോടിയാണെങ്കിൽ 1.5 ലക്ഷം കോടിയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് അത് 3.5 ലക്ഷം കോടി കൂടി വർദ്ധിപ്പിച്ച് 5 ലക്ഷത്തി ചില്ലാനം കോടി കേരളത്തിൻ്റെ പൊതുകടത്തിലേക്ക് കേരളത്തെ എത്തിച്ച സത്യത്തിൽ പിണറായി സർക്കാർ കേരളത്തോട് മാപ്പ് പറയേണ്ടതാണ്. ആ സത്യസന്ധമായ റിപ്പോർട്ടാണ് ധവളപത്രത്തിലൂടെ നമുക്ക് പുറത്തെടുത്തിട്ടുള്ളത്. ഈ 10 വർഷം കൊണ്ട് 3.5 ലക്ഷം കോടി രൂപ അധികം കടമുണ്ടാക്കി. അതിനാണ് മാപ്പ് പറയണം എന്ന് പറയാൻ കാരണം സർ, നമ്മുടെ ഈ നിർബന്ധിതമായ ചെലവുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഈ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സർക്കാരിൻ്റെ മുമ്പിലുള്ളത് ടാക്സ് ചുമത്തുക എന്നുള്ളതാണ്. എന്നാൽ പാവപ്പെട്ട ആളുകളുടെ മേലിൽ ഒരു രൂപ പോലും നികുതിപ്പണം നികുതി അടിച്ചേൽപ്പിക്കാതെ മറ്റു മാർഗങ്ങളെ, ധനാഗമന മാർഗങ്ങളെ കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ സദേൺ എക്കണോമിക് സോൺ അടക്കമുള്ള, അതുപോലെ തന്നെ കേരളത്തെ ഒരു തുറമുഖ സംസ്ഥാനമായി കണ്ടെത്തിക്കൊണ്ട് അതിൽ നിന്ന് പണം സമാഹരിക്കാൻ അടക്കമുള്ള വിസ്മയങ്ങളാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇതിലെ നമുക്ക് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ബജറ്റിൽ കൊണ്ടുള്ള 13 ഉപധനാഭ്യർത്ഥനകളാണ്, ഈ ഡിമാൻഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഡിമാൻഡുകൾ മുഴുവൻ നമുക്ക് നോക്കുമ്പോൾ സർ, നമുക്ക് വലിയൊരു കാര്യം ഈ ധവളപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കിഫ്ബിയാണ് സർ, കേരളത്തെ മുഴുവൻ കടക്കണിയിലാക്കിയ കിഫ്ബി. ആ കിഫ്ബിയുടെ ഒരു കാര്യമെന്ന് പറയുന്നത് 21,000 കോടി രൂപ വായ്പ എടുത്ത് ഇപ്പോൾ ഓൾറെഡി കടത്തിലായി കേരളം. അതിന് പുറമെ 35,000 കോടി രൂപയുടെ പദ്ധതികൾ കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റെടുത്ത് അത് മുഴുവൻ ചെലവഴിക്കുമ്പോൾ സർ, അത് വളരെ ഒരു അവധാനതയും ഇല്ലാതെയാണ് സർ കേരളം മൊത്തം വായ്പ എടുത്തതിനൊക്കെ കൊടുക്കുന്ന പലിശയേക്കാളേറെ 1.5% അധികം പലിശ കൊടുത്തുകൊണ്ടാണ് സർ കിഫ്ബിക്ക് വേണ്ടി വായ്പ എടുത്തത് എന്നുള്ളത് ഗുരുതരമായ വലിയൊരു തെറ്റാണ് സർ കഴിഞ്ഞ സർക്കാർ കേരളത്തോട് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കിഫ്ബിയിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളൊക്കെ വലിയ ഘോരഘോരം പ്രസംഗിക്കുന്ന ഇവിടെയുള്ള കിഫ്ബിയുടെ വികസനത്തിൻ്റെ വിതരണത്തിൽ വലിയ അസന്തുലിതാവസ്ഥ കൂടിയുണ്ട് എന്നുള്ളത് പ്ലാനിംഗ് ബോർഡ് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും ഗുരുതരമായൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളിൽ 20% ഒരു ജില്ലയിലേക്കാണ് പോയിട്ടുള്ളത്, ഒറ്റ ജില്ലയിലേക്ക്. നമുക്ക് നമ്മുടെ വികസനം കൊണ്ടെത്തിക്കുമ്പോൾ അതിന് ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് വേണം വികസനം കൊണ്ടുവരാൻ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. കണ്ണൂർ ജില്ലയിലേക്ക് മാത്രം 20.9% കിഫ്ബിയുടെ വിതരണം വന്നിട്ടുണ്ട്. 3 ജില്ലകളിലേക്ക് മാത്രം സർ കിഫ്ബിയുടെ പദ്ധതികൾ വന്നത് 49.7%. പകുതിയോളം കേരളത്തിൽ 3 ജില്ലകളിൽ മാത്രമാണ്. ഇത് അസന്തുലിതമായ മറ്റു ജില്ലകൾ ഞാനിപ്പോൾ പറയുന്നില്ല, മലപ്പുറം ജില്ല ഏതായാലും ഇല്ല, എന്തായാലും മറ്റു ജില്ലകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. 20% കണ്ണൂർ ജില്ലയിലേക്ക് മാത്രം. അതുകൊണ്ട് കിഫ്ബി നിർത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുമെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടുള്ളത്. എന്തായാലും UDF ഗവൺമെൻറ് അതിൻ്റെ നയമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കിട്ടേണ്ട ഇതുവരെ വികസനമെത്താത്ത, കിഫ്ബി മുഖേന വികസനമെത്താത്ത എല്ലാ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം UDFൻ്റെ MLAമാർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളിലേക്കൊന്നും
കിഫ്ബിയുടെ ഈ വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് എത്തിക്കാനുള്ള മാർഗം കൂടി സർ ഇതിൽ തീർച്ചയായിട്ടും ഈ പിന്നെ വികസനത്തിൻ്റെ വിതരണത്തിൽ ഈ സന്തുലിത പാലിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം സർ. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പിന്നോക്കാവസ്ഥകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിതരണത്തിൽ നീതി കാണിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നോക്ക പ്രദേശങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും തീരെ പരിഗണിക്കാതെയാണ് സർ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സർ ഇതിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണം. കിഫ്ബി അപ്പാടെ നിർത്തുന്നതിന് മുമ്പ് ഈ പിന്നോക്കം തള്ളപ്പെട്ടു പോയ പ്രദേശങ്ങളെ കൂടുതൽ പരിഗണിക്കണം എന്ന് സർ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ സർ എല്ലാവർക്കും ഗവൺമെൻറ്റിൻ്റെ സേവനം എത്തിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ സേവനം എല്ലാവർക്കും കൊടുക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ബാധ്യത ഒരുപോലെ എല്ലാവരും അടിച്ചേൽപ്പിക്കാൻ കൂടി പാടില്ലാത്തൊരു കാര്യമാണ്. സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനും ദുർബലനുമായ വ്യക്തിക്ക് പ്രയോജനം ലഭിക്കുന്ന വികസനമാണ് സർ യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് ഗാന്ധിജി പറഞ്ഞ് ഞാൻ നേരത്തെ ഇവിടെ കോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി സമ്പന്നരിൽ നിന്ന് അധികം നികുതി ഈടാക്കുകയും സർക്കാർ സേവനങ്ങൾ പാവപ്പെട്ടവൻ എന്ന പോലെ സമ്പന്നനും കൊടുക്കുമ്പോൾ ആ ഫ്രീ സർവീസ് സമ്പന്നനിൽ നിന്ന് നികുതി ഈടാക്കിക്കൊണ്ട് നിൽക്കണം സർ. ഇതിനൊക്കെ സർ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിർത്തൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മാണ മേഖല കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് കേരളത്തിൻ്റെ ഈ സ്തംഭനാവസ്ഥ മാറ്റിയിട്ട് നിർമ്മാണ മേഖലയെ ഉത്തേജിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മൾട്ടിപ്പിൾ എഫക്റ്റിൽ അത് കേരളത്തിലെ മറ്റെല്ലാം ഈ പണത്തിൻ്റെ ഒഴുക്കെല്ലാം കൂടുതൽ ക്രമത്തിലാവുകയും അങ്ങനെ കൂടുതൽ വരുമാനമുണ്ടാക്കാനും കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തണം സർ. ഞാൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ സർ, നമ്മുടെ നോൺ ടാക്സ് ഇനത്തിൽ തീർച്ചയായിട്ടും ഒരു ഒരു പുനഃസംഘടന ആവശ്യമുണ്ട് സർ. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഈ കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സത്യത്തിൽ ഒന്നുകൂടെ പ്രത്യേകിച്ച് സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ ഏകദേശം 50ഓളം വരുന്ന പൊതുമേഖലകളിൽ 20 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് സർ ലാഭമുണ്ടാക്കി അല്ലെങ്കിൽ ലാഭമുണ്ടാക്കി എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നത്. ബാക്കിയെല്ലാം കടത്തിലാണ് പോകുന്നത്. അത് ഒരു പൊതുമേഖല മാത്രമാണ് 0.4% ലാഭമായി സർക്കാരിലേക്ക് അടയ്ക്കുന്നത് സർ. ഇതെല്ലാം ചെയ്യുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ എത്താത്ത മറ്റു നികുതി ചോർച്ചയുണ്ട്. ആ നികുതി ചോർച്ച കണ്ടെത്തുന്നതിന് വേണ്ടി സർ നടപടി അടിയന്തരമായി സ്വീകരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ കണക്കിൽ വരുന്നത് കേരളത്തിൻ്റെ ഈ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിരിക്കുന്നത് 116 കോറികൾക്കാണ് സർ കേരളത്തിൽ ഔദ്യോഗികമായി അംഗീകാരമുള്ളത്. എന്നാൽ 800ഓളം കോറികൾ അനധികൃതമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് 800ഓളം കോറികൾ പ്രവർത്തിക്കുന്നു, അവർ ലാഭം കൊയ്യുന്നു, അവർ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവരെ റെഗുലറൈസ് ചെയ്തുകൊണ്ട് അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് അതിൻ്റെ കൂടി വരുമാനം കേരളത്തിന് കിട്ടുന്ന വിധത്തിലേക്ക് ഈ കോറി മേഖലയെ ഒന്ന് കാണണമെന്നാണ് എനിക്ക്. അതുപോലെ മണൽ വാരുന്നത്, മണൽ വാരാൻ പാടില്ല, പക്ഷെ അനധികൃതമായി മണൽ വാരം നടക്കുന്നു. അത് ക്രമത്തിലാക്കുകയും അതിൽ നിന്നുള്ള വരുമാനം കേരളത്തിന് കണ്ടെത്താൻ കഴിയും. ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വർണത്തിൻ്റെ ഉപയോഗം നടക്കുന്നത് കേരളത്തിലാണ്. പക്ഷെ അത്രയും വരുമാനം ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഈ കാര്യങ്ങളൊക്കെ ഒറ്റ കാര്യം കൂടി സർ, ഹാർബറിൻ്റെ കാര്യം കൂടി ഇന്നത്തെ കാര്യത്തിലുണ്ട്. ഞാൻ എൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ആനങ്ങാടി ബീച്ചിൽ അവിടെയുള്ള തീരദേശ മേഖല എന്ന് പറയുന്നത്. അവിടെ ഈ മിനി ഹാർബർ വേണം എന്നുള്ളത് വളരെ നേരത്തെ ഔക്കാദർ കുട്ടിനാഥ് സാഹിബ് അടക്കമുള്ള സമയത്തുള്ള ഒരു ഡിമാൻഡാണ്. അപ്പോൾ ഈ ആനങ്ങാടി ബീച്ചിൽ ആ ഭാഗത്ത് ഒരു തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ ധാരാളമുള്ള പ്രദേശമാണ്. അവിടെ അടിയന്തരമായി സർ ഒരു മിനി ഹാർബർ തന്നെയെങ്കിലും ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി കൂടി സ്വീകരിക്കണമെന്ന് എൻ്റെ മണ്ഡലത്തിൻ്റെ ഒരു ആവശ്യമായി ഞാൻ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഡിമാൻഡിനെ പിന്തുണക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.